FSCTOയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സമരം KSTS സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മുൻകാല പ്രാബല്യം നൽകുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് FSCTOയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന രാപ്പകൽ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. FSCTO ജില്ലാ പ്രസിഡന്റ് K. ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 2021 ജനുവരി മാസം നടന്നിട്ടുള്ള നിയമസഭയിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അന്ന് ശ്രീമാൻ തോമസ് ഐസക് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവ് വായിക്കുക. ഇന്നിപ്പോ നോക്കണം, ഫേസ്ബുക്കിനകത്തൊക്കെ ഇത് നോക്കിയാൽ നമുക്ക് കാണാം. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AM സുഷമ, V. ശോഭ, KGOS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V. ചന്ദ്രൻ, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ, T. ദാമോദരൻ, T. പ്രകാശൻ, NK ലസിത, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഗോവിന്ദൻ, കേന്ദ്ര ജീവനക്കാരുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി PV ശരത്, KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. മോഹനൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ് സ്വാഗതവും KV. രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.